വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ദുൽഖഅദ 15 ബഹുമാനപ്പെട്ട കമ്മുനുൽ പാപ്പയുടെ ദൃശ്യാവിഷ്കാരം ഒപ്പിയെടുക്കുന്ന ഒരു ശ്രമകരമായ ഒരു മുന്നേറ്റത്തിൻ്റെ തുടക്കം എന്ന നിലക്ക് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഒമ്പർത്തപ്പാപ്പ തറക്കല്ലിട്ട മഹത്താകുന്ന അരീക്കാട്ട് പള്ളിയിൽ നിന്നാണ് ഞങ്ങളുടെ ഈ യാത്രയുടെ പ്രയാണം ആരംഭിക്കുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റുള്ള വിഷയങ്ങൾ സമയോചിതമായിട്ട് നമുക്ക് സംവദിക്കാം. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ നമ്മുടെ അരീക്കാട്ട് പള്ളിയിൽ നിന്ന് ഖുതുബി ഇംഗ്ലീഷ് സ്കൂളിൻ്റെ ഭാഗത്തേക്ക് നീങ്ങുന്ന ആ റോഡിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് പൊട്ടിച്ചന വഴി ഓക്കത്ത് കയറി നേരെ കക്കാടമ്പുറം തിരിഞ്ഞ് ലെഫ്റ്റ് കട്ട് ചെയ്ത് ഇൻഷാ അല്ലാഹ് കുറച്ച് നീങ്ങിയതിന് ശേഷം റൈറ്റ് കട്ട് ചെയ്ത് ഉടനെ കമ്മുനുൽ പാപ്പയുടെ മഖ്ബറയിൽ ഞങ്ങളെത്തും ഇൻഷാ അല്ലാഹ്. ഓരോ വിവരങ്ങൾ അതാത് സമയങ്ങളിൽ നമുക്ക് നൽകാം. എല്ലാ അഹ്ബാബുകളും മഹാന്മാരുടെ പേരിൽ ഇത് കേൾക്കുന്ന സന്ദർഭങ്ങളിലെങ്കിലും ബഹുമാനപ്പെട്ട കമ്മുനുൽ പാപ്പയുടെ പേരിലും അവിടുത്തെ അഹ്ബാബുകളുടെ പേരിലും ഫാത്തിഹകൾ ഓതി ആഖിറ രക്ഷക്കും സുരക്ഷയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മൾ ഊക്കത്ത പുരാതനമായ പള്ളിയുടെ പരിസരമെത്തി. ബഹുമാനപ്പെട്ട സയ്യിദ് അലവിയുൽ ജമലുല്ലൈലി പാപ്പയുടെ മഖ്ബറയുടെ ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അൽഹംദുലില്ലാഹ്, ഒരുപാട് വിഷയങ്ങൾ ഈ മഖ്ബറയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ട്. ഇതിൽ കടക്കുന്നത് മഹാന്മാരാകുന്ന ജമലുല്ലൈലി സാദാത്തുകളാണ്. ബഹുമാനപ്പെട്ട ജമലുല്ലൈലി സാദാത്ത്, ബഹുമാനപ്പെട്ട സയ്യിദ് ഫളൽ റളിയല്ലാഹു അൻഹു ഇവരൊക്കെയാണ് അവിടെ കടക്കുന്നത്. ഏതായിരുന്നാലും അത് വിശാലമായിട്ട് നമുക്ക് പിന്നീട് പറയാം. ഇപ്പം ഞങ്ങൾ കക്കാടമ്പുറം ഏകദേശം അങ്ങാടിയോടടുത്തു. ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്നാണ് ഇടതു ഭാഗത്തേക്ക് തിരിയേണ്ടത്. ഇടതു ഭാഗത്തേക്ക് അഥവാ കൊണ്ടോട്ടിയിൽ നിന്ന് വരുമ്പോൾ ഇടതു ഭാഗത്തേക്കാണ് ഇവിടുന്ന് തിരിയേണ്ടത്. ആ റൂട്ടിൽ ഞങ്ങൾ തിരിഞ്ഞു നേരെ സ്ട്രെയിറ്റ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എത്ര മീറ്റർ ഉണ്ടാവും ആവശ്യം? 2 അല്ലേ? 300 അല്ലേ മീറ്റർ. ഇതാണ് ടേണിംഗ് പോയിന്റ്. നല്ല ശ്രദ്ധിക്കുക. റൈറ്റ് കട്ട് ചെയ്ത് ഇറങ്ങുക. അവിടെ കണ്ടില്ലേ ബഹുമാനപ്പെട്ട കുന്നാഞ്ചേരി ജുമാ മസ്ജിദിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് കട്ട് ചെയ്ത് നേരെ ഒരു ഇറക്കാണ്, നല്ല ഇറക്കാണ്. അതാ വണ്ടികളൊക്കെ അതിൽ പാസ് ചെയ്യുന്നുണ്ട്. ഇടുങ്ങിയ റോഡാണ്. ഏതായിരുന്നാലും വരുന്നവർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ച് സൈഡാക്കി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോവാം. ഏതായിരുന്നാലും നല്ല ഇറക്കാണ്. കുറച്ചും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും റൈറ്റ് കട്ട് ചെയ്താണ് നീങ്ങേണ്ടത്. ഇൻഷാ അല്ലാഹ് ഏകദേശം ആ സ്പോട്ട് എത്തിത്തുടങ്ങി. അൽഹംദുലില്ലാഹ്, നല്ല മഴയാണ്. ഞങ്ങൾ കാറിലായതുകൊണ്ട് അറിയുന്നില്ല എന്ന് മാത്രം. പുറത്ത് നല്ല മഴയാണ്. അൽഹംദുലില്ലാഹ്, ആ കാണുന്ന ബോർഡ് ഇവിടെ നിന്നാണ് റൈറ്റ് തിരിയേണ്ടത്. ഇതാണ് അവരുടെ ആരോ മാർക്ക്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഞങ്ങൾ തിരിഞ്ഞു, റൈറ്റിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇത് തന്നെയാണ് മഹാനായ കമ്മുനുൽ പാപ്പ റളിയല്ലാഹു അൻഹു അന്തി ഉറങ്ങുന്ന വലിയ വലിയ സ്മരണകൾ നമുക്ക് സമ്മാനിക്കുന്ന പള്ളിയുടെ പരിസരം, മഖ്ബറയുടെ പരിസരം. ഇൻഷാ അല്ലാഹ് ഇനി ഞങ്ങൾ അങ്ങോട്ട് നീങ്ങുകയാണ്. എല്ലാവരും ഇത് കേൾക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ടവർക്ക് ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുക.
അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ യാത്രയിൽ സംബന്ധിച്ചവർ റഹ്മാനി മമ്പാട്, ബാദുഷ സഖാഫി, അഹ്സനി ഉസ്താദ്, മുഹമ്മദ് വി, അഹമ്മദ് വി, ഡ്രൈവർ മുജീബ് കുന്നുംപുറം. അൽഹംദുലില്ലാ, ഇതാണ് പുതിയ ബഹുമാനപ്പെട്ട കമ്മുന്നൽ പാപ്പ അന്തിയുറങ്ങുന്ന മഹല്ലിലെ ജുമാ മസ്ജിദ്. ആ മസ്ജിദിൻ്റെ കിഴക്കുവശം അഥവാ ഫ്രണ്ട് ഭാഗം മഖ്ബറയിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്. സുബ്ഹാന ജല്ല ജലാലു. ഇതാണ് മഹാനായ കമ്മുന്നൽ പാപ്പയുടെ മഹത്തായ അള്ളാഹു അടുത്ത ബറക്കത്തുകൊണ്ട് നമുക്കും നമ്മുടെ അഹ്ബാബുകൾക്കും ഇൽമും ഇബാദത്തും തരട്ടെ. 300ഓളം ഉലിയാക്കളെ വളർത്തിയെടുക്കുന്നതിൽ പരിശ്രമിച്ച വലിയ മഹാമനീഷ്, വളരെ പ്രകൃതിരമണീയമായ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. മഹാനവറുകളുടെ പരിസരം വീക്ഷിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയും. ഇതാണ് പുതുക്കി പണിത പള്ളിയുടെ ദൃശ്യം. പഴയ പള്ളിയുടെ ഫോട്ടോ വേറെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ സമയമുണ്ടെങ്കിൽ സൗകര്യമുണ്ടെങ്കിൽ കയറ്റും. ഇതാണ് പുരാതനമാകുന്ന കുളം. ഈ കുളത്തിൽ എത്രയെത്ര മഹാന്മാർ വുളൂ ചെയ്യുകയും കുളിക്കുകയും ചെയ്തിട്ടുണ്ടാകും. നമുക്ക് നീന്തം പഠിക്കൽ സുന്നത്താണ്. ആ നിലക്ക് നമ്മളെ മക്കളെയൊക്കെ നീന്തം പഠിപ്പിക്കണം എന്നൊരു വിജ്ഞാനം കൂടി തന്നെ ഇടയിൽ ഞാൻ പങ്കുവെക്കുകയാണ്. അൽഹംദുലില്ലാ, ഇത് ആ കുളത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ്. എൻ്റെ ചെറിയ 2 മക്കൾ, പിന്നെ ഞാൻ, അഹ്സൻ ഉസ്താദ്, ബാദുഷ സഖാഫിയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അൽഹംദുലില്ലാ, ഇതാണ് പുരാതനമായ കഥകൾ ഉറങ്ങുന്ന ഒരുപാട് ചരിത്രം നമ്മോട് സംവദിക്കാനുള്ള കുളം. നല്ല വെള്ളം ഈ സമയത്തുണ്ട്, മഴക്കാലമായതുകൊണ്ട്. അതേസമയത്ത് ഇത് വറ്റിക്കിടക്കുന്നൊരു സാഹചര്യവും വേനൽക്കാലത്ത് ഈ വിനീതൻ കണ്ടിട്ടുണ്ട്. പ്രകൃതിരമണീയവും പ്രശാന്ത സുന്ദരവുമായ ബഹുമാനപ്പെട്ട കമ്മുന്നൽ പാപ്പ റളിയല്ലാഹു അൻഹുവിൻ്റെ പരിസരത്തിലുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പള്ളിയുടെ വടക്കുവശം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പള്ളിയുടെ തെക്കുവശം സോറി. കട്ടപ്പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന തൂൺ. ഈ കട്ടപ്പള്ളി എന്ന് പറഞ്ഞാൽ ഒമ്പൃത്തപ്പാപ്പ തറക്കിലിട്ട പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന തൂൺ. പഴമയുടെ പുതുമയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ കൊത്തുപണികളാണ്. പഴമയിൽ ചേർന്ന് നിൽക്കുന്ന അത്ഭുതകരമായ കൊത്തുപണികളാണ് നാം കാണുന്നത്. മാഷാ അല്ലാഹ്, ഒരു മഹത്താകുന്ന ഒരു സന്ദേശമാണ് ഈ കാണുന്നത്. പള്ളിയുടെ അകത്തളത്തിന് ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയ പള്ളിയുടെ അകത്തളം. മാഷാ അല്ലാഹ്, ഇതും വലിയൊരു സന്ദേശമാണ് അവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. അഥവാ 40 വർഷത്തെ അമല് പള്ളിയിൽ നിന്ന് സംസാരിച്ചാൽ മുറിഞ്ഞു പോകും എന്ന ഹദീസിൻ്റെ വ്യക്തമാകുന്ന സൂചന മഹാനവറുകളുടെ കാലഘട്ടത്തിൽ തന്നെ ആരോ കൊത്തിവെച്ചതായിട്ട് നമുക്ക് നേരിൽ കാണാം. ജനൽ, പള്ളിയുടെ ജനൽ. ഇത് അകത്തെ പള്ളിയാണ്.
പള്ളിയുടെ പുരാതനമായ ജനലാണ്, ജനലിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാഷാ അല്ലാഹ്. പഴയ പള്ളിയുടെ ജനൽ പഴുതിലൂടെ പുറത്തുള്ള രംഗങ്ങൾ വീക്ഷിക്കാം. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഇതാണ് അകത്തെ പള്ളിയുടെ മിമ്പറയും അതുപോലെ മിഹ്റാബ്. മിമ്പർ കുറേ കാലം മുമ്പ് ഉണ്ടാക്കിയതാണ്. ബഹുമാനപ്പെട്ട സയ്യിദി മഖ്ദൂം റളിയല്ലാഹു അൻഹു അന്തി ഉറങ്ങുന്ന പൊന്നാനിയിൽ ചെന്ന കാണില്ല എത്രയോ പടികളുള്ള എന്നതുപോലെ പഴയ കാലത്തുള്ളൊരു മിമ്പറാണ്. ഇത് മിമ്പറാണ്, മിമ്പറിൻ്റെ തൂണ്. അൽഹംദുലില്ലാ, നല്ല മഴ വർഷിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ സിയാറത്ത് ചെയ്യുമ്പോൾ. പള്ളിയുടെ പഴയ ദൃശ്യം. പൊളിക്കുന്നതിന് മുമ്പ് പള്ളി ഇങ്ങനെയായിരുന്നു. കുളത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ആദ്യത്തെ പള്ളി ഉണ്ടായിരുന്നത്. മാഷാ അല്ലാഹ്. ഓടിട്ട പഴയ പള്ളിയുടെ ദൃശ്യം. ഇത് പള്ളിയുടെ ഫ്രണ്ട് ഭാഗം. പള്ളിയുടെ അകത്തളം, ഒന്നാമത്തെ അകത്തെ പള്ളി. ഇത് രണ്ടാമത്തെ അകത്തെ പള്ളി. പഴയ പള്ളിക്ക് അങ്ങനെയാണല്ലോ, ഒന്നും രണ്ടും ഒക്കെ ഉണ്ടാവും. മിഹ്റാബും മിമ്പറൊക്കെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. പഴയ ഹൗള്. ചെരുവ്. പഴയ പള്ളികൾക്കൊക്കെ ഉണ്ടാവുന്ന ചെരുവ്. രണ്ട് സൈഡിനും ചെരുവുണ്ടാകും. ചാലിയത്തൊക്കെ അങ്ങനെ ഉള്ളതായി പഴയ പള്ളി കണ്ടവർക്കറിയാം. ഇതൊരു ചെരുവ്. തെക്ക് വശം. ഇത് കിഴക്ക് വശം. പള്ളിയുടെ കിഴക്ക് വശം അഥവാ പഴയ പള്ളിയുടെ ഫ്രണ്ട്. പള്ളിയുടെ വടക്കുവശമാണ് കാണുന്നത് ഖബർസ്ഥാനി. മേൽ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഉള്ള ദൃശ്യം. പഴയ പള്ളിയുടെ ദൃശ്യം മേൽഭാഗത്തുനിന്ന് നോക്കുമ്പോൾ. നമ്മൾ ബഹുമാനപ്പെട്ട കമ്മ്യൂണൽ പാപ്പയുടെ ആണ്ട് ദിനമായ ദുൽഖഅദ 15 ഇന്ന് ചൊവ്വാഴ്ച ഞങ്ങൾ സിയാറത്ത് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു വീഡിയോയുമായി
മഹാന്മാരുടെ മഖബറയിൽ വെച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു സന്ദർഭങ്ങളിൽ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങളൊക്കെ സഹകരിക്കണം, ദുആയിൽ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.